രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും ന്യായീകരിച്ച് വി.കെ. ശ്രീകണ്ഠൻ MP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിച്ചു. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. രാഹുലിന് മണ്ഡലത്തിൽ വരുന്നതിന് വിലക്കില്ല എന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഈ പുകമറകളും ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത അന്വേഷിക്കാനുള്ള ഒരു സമയപരിധിയാണ്. നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ്? ഞാൻ ഇപ്പോഴും പറയുന്നു, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലനിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറ എന്നാണോ ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ പറയുന്നത്? പുറത്തുവന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന നിലപാട്, ആ ചോദ്യം മാധ്യമങ്ങളിൽ നിന്നുണ്ടായില്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം? സ്മൃതി, അതായത് ഇത് രണ്ടാം തവണയാണ് പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് രംഗത്തേക്ക് എത്തുന്നത്. നേരത്തെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഹുലിനെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയ വനിതകളെ അധിക്ഷേപിച്ച് വി.കെ. ശ്രീകണ്ഠൻ ആദ്യം രംഗത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് അത് വലിയ രീതിയിൽ വിവാദമായതിന് പിന്നാലെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വി.കെ. ശ്രീകണ്ഠൻ ഒഴിവാക്കിയതാണ്, അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒഴിവാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് വി.കെ. ശ്രീകണ്ഠൻ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുലിനെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ആരോപണങ്ങളെല്ലാം അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുകമറയാണെന്നും ആ പുകമറയുടെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ രാഹുലിനെതിരെ വന്നതെന്നാണ് ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചിരുന്നു, KPCCയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും പരാതി ലഭിച്ചിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ, വലിയ രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. മാത്രമല്ല, ഈ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ വലിയ രീതിയിൽ രാഹുലിനെതിരായിട്ടുള്ള വാർത്തകൾ ആഘോഷിച്ചുവെന്നും വി.കെ. ശ്രീകണ്ഠൻ പറയുന്നുണ്ട്. മാത്രമല്ല, രാഹുലിനെ ഇപ്പോൾ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അത് പുറത്താക്കിയെന്ന് പറയാൻ വി.കെ. ശ്രീകണ്ഠൻ തയ്യാറാവുന്നില്ല. സസ്പെൻഡ് നടപടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ പാലക്കാട്ടെ നേതാക്കൾക്ക് രാഹുലിനെ പോയി സന്ദർശിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള വിലക്കുമില്ല. ഒരു MLA എന്ന രീതിയിൽ ആർക്കും തന്നെ രാഹുലിനെ പോയി കാണാം, സംസാരിക്കാം, അതിന് യാതൊരു രീതിയിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും രാഹുലിനെ വീണ്ടും ന്യായീകരിച്ച് രംഗത്തേക്ക് എത്തുകയാണ് വി.കെ. ശ്രീകണ്ഠൻ. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു പരാതി പോലും രാഹുലിനെതിരെ വന്നിട്ടില്ലല്ലോ. ബാക്കിയുള്ളതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പുകമറ മാത്രമാണ്. ആ പുകമറയ്ക്കനുസരിച്ച് മാത്രമേ മറ്റു നടപടികൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ആവർത്തിച്ച് ഇന്ന് വി.കെ. ശ്രീകണ്ഠൻ പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. സ്മൃതി, ശരി. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.